ഞങ്ങൾ ഞാനും നിജലും കൂടെ നന്ദനയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്നേക്കുകയാണ്. അവിടെ പോവുകയാണ് ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതാണ്, പക്ഷേ നടന്നില്ല. അവൾ എവിടെ ഇപ്പോൾ എന്തോ ഉത്സവത്തിന് പോയിരുന്നു. അതുകൊണ്ട് ഗൈസ് ഇന്ന് രാവിലെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നിജലുണ്ട്, പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. നന്ദന വീട് അതാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പേരെന്താ എന്തോ. ഹായ്, നന്ദനയുടെ ബന്ധുവാണോ? എന്തിനാണ് പറയാനുള്ളത് നന്ദനെ കുറിച്ച്? സുഖമൊക്കെ തന്നെ. ഇപ്പം എന്തൊരു ചെയ്യണ്? പഠിക്കാനൊന്നും പോണില്ലേ? എത്തി. പക്ഷെ നന്ദന ഉറക്കം എണീച്ചേ ഉള്ളു. നമ്മളെ കുറെ ചീത്തയൊക്കെ വിളിച്ച് എണീച്ച്. പിന്നെ നന്ദന ഇവിടെ ഇപ്പോൾ ഉണ്ട്, കാണിച്ചു തരാൻ മതി. നന്ദന എന്താണ് പറയാനുള്ളത്? എന്താണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്? അതല്ലേ പറഞ്ഞ കല്ലൊക്കെ വരിയിട്ടൊക്കെയാണ് അതിനകത്ത്. അതിന് മാത്രം 25 രൂപ അതറിയുന്നു. അത് ഇടൂല, നിനക്ക് എന്നെ അറിയാം, വിശ്വസിക്കാൻ ലൈറ്റ് ഇല്ലല്ലോ. വെട്ടമാണോ? മാമിയും വിളിച്ചില്ലല്ലോ. സ്ലോ മോഷൻ വീഡിയോയിൽ എന്തുകൂടെ വായിക്കാൻ തന്നെ. സെലക്ട് ചെയ്തെനിക്ക് മനസ്സിലായി. താങ്ക് യു. ഈ വീഡിയോ പറ. താങ്ക് യു. എടാ ഇതല്ലേടാ ഇത്. കുഴപ്പമില്ല. എടാ നിന്റെ ഓർമ്മക്ക് നന്ദന അവിടെ നിന്ന് കഴിഞ്ഞു. നന്ദന എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? വേറെ കൊള്ളാം, ലോട്ടി ചോക്കോബൈ കൊള്ളാം, ഡയറി മിൽക്ക് അടിപൊളി. പിന്നെ അഭിദേവനും നിജലിനും താങ്ക്സ്. വീഡിയോ കാണുന്ന താങ്ക്സ്. നന്ദന ഒരു അഹങ്കാരിയാണ് ഗൈസ്. ഫോട്ടോ നിങ്ങൾക്ക് തടുക്കത്തില്ല, മുകളിലത്തെ താഴത്തെ ഫോട്ടോ കണ്ടിട്ട് വരുന്നില്ല. സെന്ററിലത് വേറെ എന്തെല്ലാം ആക്കി അടിച്ചു. എടി ഇത് എങ്ങനെയാടി എടുത്തത് ഫോട്ടോ? താങ്ക് യു അഭിദേവ് ആൻഡ് നിജൽ. ഞാൻ അപ്പോൾ ചോക്ലേറ്റ് ഇതുവരെയും കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ എൻ്റെ സുഹൃത്തായ നന്ദന നമുക്ക് വേണ്ടി തന്നേക്കാണ്. അങ്ങനെ കഴിച്ചു നോക്കാൻ പോവുകയാണ്. കിട്ടൂല. താങ്ക് യു സോ മച്ച് നന്ദന. നന്ദന നമുക്ക് നല്ലൊരു ഫുഡൊക്കെ തന്ന്. നന്ദന ഫുഡ് ഒന്നാമത്തെ കാര്യം, നമ്മൾ വന്നിട്ട് ഇപ്പം 1 മണിയായി, 1:30 നന്ദന ഇതുവരെ പല്ലി വെച്ചില്ല. നന്ദനെ കുറിച്ച് എന്തായാലും പറയുന്നത്? നന്ദനെ പറ്റി പറയുകയാണെങ്കിൽ വൃത്തിയില്ല പല്ലി. നിജലിന്റെ കൂടെയാണ് പണ്ട് പഠിച്ചത്, നമ്മളെക്കാളും പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കൂടെ +1 +2 ആണ് നന്ദന ട്യൂട്ടോറിയൽ വന്ന് പരിചയപ്പെട്ടു തുടങ്ങിയത്. അന്ന് നന്ദന എൻ്റെ ഒരു ഫാൻ ഗേൾ ആയിരുന്നു. ഇപ്പോൾ അവർക്ക് പുതിയ ഫ്രണ്ട്സായി. ഇപ്പോൾ ആള് മാറിപ്പോയി.